ഹായ് മക്കളെ, എല്ലാവർക്കും റാത്ത് തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ദീദി വന്നത് പച്ചപ്പയറിൻ്റെ കറി പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സാധാരണ നമ്മളെല്ലാവരുടെ പുരയിലും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് പച്ചപ്പയറിൻ്റെ കറി. നമ്മളെ കാസർഗോട്ടാർ വെക്കുന്ന ഒരു പച്ചപ്പയറിൻ്റെ കറി ഉണ്ട്, ഭയങ്കര ടേസ്റ്റുള്ള പച്ചപ്പയറിൻ്റെ കറി. എന്തുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചപ്പയർ ഇന്നലെ എന്നെ പോത്തിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ലപോലെ കയ്യതിന് ശേഷമാണ് ഞാൻ പോത്തിയിട്ട് വെച്ചത്. ഇനി ഒരു കുക്കർ ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 ടീസ്പൂൺ കടുക് പൊട്ടിയിട്ടാകുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് കറിച്ചപ്പലിട്ട് മൂപ്പിച്ച്, പിന്നെ 4 ഉണക്ക മുളകും 4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചിട്ടെടുത്ത്, ഈ മുളകൊന്നും കരിഞ്ഞ് പോകാണ്ട് മൂപ്പിച്ചിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ കാന്താരി മുളകാണ് ഇട്ടത്. കാന്താരി മുളക് ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. 20 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി കാന്താരി മുളകില്ല, നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ 5 പച്ചമുളക് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയിട്ടായിട്ട് 1 നീരുള്ളി നീളത്തിലരിഞ്ഞതും കൂടിയിട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് കൊത്തമ്പാരിൻ്റെ പൊടി, അതായത് മല്ലിപ്പൊടി, അതും ഇട്ടിട്ട് ചെറിയ തീയിൽ തന്നെ മൂപ്പിച്ചിട്ട് എടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് എന്താക്കണം, കൈയിട്ട് വെച്ച പച്ചപ്പയറുണ്ടല്ലോ, നല്ല പങ്ങ് കുതിർന്ന പച്ചപ്പയറാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് പച്ചപ്പയറിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം ഞാൻ 4 വിസിൽ വരുന്നത് വരെയാണ് ഇത് വേവിച്ചിട്ട് എടുത്തത്. വിസിലെല്ലാം വന്ന് ഓഫാക്കി, ഇപ്പോൾ സ്റ്റീമെല്ലാം മാറി. എന്നിട്ട് വീണ്ടും ഓപ്പൺ ആക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ തള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തള വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പല ഫ്രഷായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിട്ടില്ല. വേവിക്കുന്ന സമയം ഉപ്പിട്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടലാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി, ഇപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിന്. അപ്പോൾ ഉപ്പെല്ലാം നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഇനി നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ഇത് ഇത്രമാത്രം കറി റെഡിയായി. നമുക്ക് തീയെല്ലാം ഓഫാക്കിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് വിളമ്പാം. അപ്പോൾ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്, ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി ചോറ് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. കുറച്ച് പുളി ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ അപ്പത്തിൻ്റെ ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ട് പുളിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല കറിയാണ്. പച്ചപ്പയർ എപ്പോഴും കറി വെച്ചിട്ട് മടുത്തിട്ടുള്ള നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് ഇനിയും വരാം. ജസാക്കല്ലാഹ് ഖൈർ.